പോകാൻ പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞത് ഒരു ദുരൂഹത നിറഞ്ഞ ഒരു സ്പോട്ട് കൂടിയാണ്. നമ്മൾ ഈ കാട് കയറി വേണം, നമുക്ക് മല കയറിയിട്ട് വേണം നമുക്ക് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള സ്പോട്ടിൽ പോകാൻ. നിങ്ങൾ ഒറ്റമലിച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റമലിച്ച് ഫസ്റ്റ് സ്ഥലത്ത് പോയിട്ട് നമ്മൾ പോകുന്നു. ശരിക്കും ഇതിനൊരു ഐതിഹ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ അമ്പേറ്റാണ് ഈ മല രണ്ട് വിള്ളല് വന്നതിന്. അതിന്റെ ആ ഒരു നിശബ്ദതയും ചീവീട് കരയണ സൗണ്ടും ഒന്നും കാണാൻ പറ്റില്ല. ഇവിടുന്ന് നിന്നെ കാണാൻ പോലും പറ്റല്ല. ചെരുപ്പൂരിട്ട് കയറി പോവാ. ഇതൊക്കെ ഫുള്ള് കോടാ, ഒന്നും കാണാൻ പറ്റില്ല. ഈ ഒരു ഗുഹക്കകത്തേക്ക് ഒരു മുയലാണെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇതിന്റെ അകത്തേക്ക് സാധനം ചാടി കയറിയിട്ടുണ്ട്. തണുത്തിട്ട് ഒരു രക്ഷയില്ല, അമ്മാതിരി കോട. ഇവിടുത്തെ കോട കാണാൻ പറ്റണില്ലേ? ഇപ്പൊ ഏകദേശം 12 മണി സമയമായിട്ടുണ്ട് രാത്രി. അതേപോലത്തെ കോട. രാവിലത്തെ കാര്യം പറയണ്ടല്ലോ. ഇനിയിപ്പോ ഇവിടെ ആ കാണുന്ന മല കണ്ട, ആ കാണുന്ന മലേന്റെ നിലയിലാണ് നമ്മൾ ഇതിലെ ക്യാമ്പ് ചെയ്തത്. ഇത്രയും ഹൈറ്റിൽ നിന്നാണ് നമ്മളിപ്പോ ഇറങ്ങിയത്. നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്പോട്ടാണ് ഈ കാണുന്നത്. ഏതാ മൂഡ്? ഈ ഒരു ഹിഡൻ സ്പോട്ടിലേക്ക് എങ്ങനെ കയറി വന്നെന്നുള്ള വഴി ഞാൻ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മളിതാ ടെന്റൊക്കെ ആയിട്ട് ഇന്ന് വയനാട്ടിലൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പോയാണ്. ഇന്ന് നമ്മൾ ഈ കാട് കയറി വേണം, നമുക്ക് മല കയറിയിട്ട് വേണം നമുക്ക് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള സ്പോട്ടിൽ പോകാൻ. രാവിലെ അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ്. ഈ കാട് കയറുന്ന വഴിയുണ്ടല്ലോ, പന്നി അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വട്ടം ചാടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇച്ചിരി അഡ്വഞ്ചറാണ് ഈ ഒരു റൂട്ട്. നമ്മൾ നടന്നു പോകണ ആ ഒരു റൂട്ട് സംഭവം ലേശം ടെറർ സ്ഥലമാണ് ഇത്. കടുവയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇടക്ക്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം കോടയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ കാട് കയറി മലേൻ്റെ മേലെ എത്തുമ്പോൾ എത്രത്തോളം കോടയുണ്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അടിപൊളി ഒരു വൈബാണ് ശരിക്കും. ഒരു പേടി തോന്നുന്ന ഒരു ഫീലാണ് ശരിക്കും ഈ വഴി നടന്നു പോകാൻ നേരം. നിറച്ച് അട്ട ഉണ്ടാവും കേട്ടോ. ഇപ്പം മഴ സീസണായ കാരണം വയനാട്ടിലെ എല്ലാ സ്ഥലത്തും അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലയിലൊക്കെ ഫുള്ള് ചോരയിരിക്കും മേലെ കയറാൻ നേരം. ആ ഒരു കാടിൻ്റെ ആ ഒരു നിശബ്ദതയും ചീവീട് കരയണ സൗണ്ടും അടിപൊളി ഒരു വൈബാണ് ഇതൊക്കെ കേൾക്കാൻ. കേട്ടോ? നേരെ നേരെ പന്നിയാ? പന്നി ഉണ്ടാവും, നോക്കി കിടക്ക്. കടുവ ഉണ്ടാവാതിരുന്നാ മതി. തെന്നി വീടരുതേ. കറക്റ്റ് ആ ഒരു കാടിൻ്റെ ആ ഒരു ആംബിയൻസേ, കറക്റ്റ് ആ ചീവീടൊക്കെ കയറുന്ന സൗണ്ട് ഉണ്ടല്ലോ, കറക്റ്റ് അത് കേൾക്കുമ്പോൾ പേടി തോന്നുന്നൊരു ഫീലാണ് ശരിക്കും. ക്യാമ്പ് ചെയ്യാൻ വരാൻ തന്നെ ഷൂ മസ്റ്റാ. പിന്നെ ഞാൻ അട്ട കയറി ഷൂവിനകത്ത് അട്ട കയറിയല്ലാന്ന് ഓർത്താണ് ഷൂ ഇടാതെ ചെയ്യിപ്പിട്ട് പോകും. എന്ത് പാമ്പാ? നടക്ക്. ഇവിടെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയായിട്ടാണ്. എന്താ സീൻ? ഇവിടെ അധികം ഇപ്പൊ ഈ അമാനുഷികമായ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം കൂടിയാണ്. അതൊക്കെ വെറുതെ ഇരിക്കും ചിലപ്പോ. വെറുതെ ഒന്നല്ല, ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്ന് ഇവിടെ കയറാൻ വന്നപ്പോ അവര് പറഞ്ഞു. നമ്മൾ കണ്ടിട്ടില്ല നേരിട്ട്, ഇവിടെ പറഞ്ഞു കേട്ടത്. നിങ്ങൾക്കൊരു ഫീൽ തോന്നുന്നില്ല അവിടെ? ഒരു അടിപൊളി ഒരു വൈബാണ് ശരിക്കും. ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ പേടിച്ച് മൂത്രം ഒഴിക്കുമെന്ന് പറയാം. കോട പറക്കണണ്ട വയനാട്ടിലിപ്പോ. ഗുളികനാ? അതെന്താ സംഭവം? ഗുളികൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഒരു വിശ്വാസം എന്ന് പറയല്ലോ, ഈ ദൈവങ്ങളൊരു അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീർന്ന്. നമ്മൾ അടിച്ചു കഴിഞ്ഞാലേ നമ്മൾ തീർന്ന്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിലൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ? കണ്ടിട്ടുണ്ടോ വെച്ചാല് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ട്രൈബൽസ് ടീംസ് ഒക്കെ അല്ലേ, അവരൊക്കെ അധികം ആരാധിക്കുന്ന ഒരു ടീംസാണ്. പന്നിയുടെ ചാൻസ് ഉണ്ടോ? നോക്കി തരണോ? പന്നിയാ? നമ്മൾ എങ്ങനെ പോവാ? ചോളറിന് അത്ര ഉണ്ട് പുല്ലൊക്കെ. നടക്ക്. എടാ താഴേക്കാ, അങ്ങോട്ടല്ല താഴേക്ക് വാ.
കോട പറക്കണ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. വിറകൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം വെട്ടമില്ലാതെ അതിൻ്റെ മേലെ ഇരിക്കാൻ പറ്റില്ല. ഇത്രയും ദുരൂഹതകളൊക്കെ നിറഞ്ഞൊരു സ്പോട്ടായതുകൊണ്ടേ കുറച്ച് അത് മതി. രാവിലെ വരെ കത്താനുള്ള സാധനമുണ്ട്. ഇപ്പൊ സമയം 12 മണിയായി. സംഭവം ഒരു വൈബാ. കോട പറക്കണ ഒരു പറക്കലുണ്ടാ. വിന്റർ സീസൺ അല്ല, മഴക്കാലമാണെങ്കിലും അത്യാവശ്യം നല്ല കോടയുണ്ട് ഇന്ന്. രാവിലെ ആയിരിക്കും അടിപൊളി. രാവിലെ ഈ ഒരു മലേന്റെ മേലെ ഫുള്ള് കോട വന്ന് മൂടി അടിപൊളി ഒരു വൈബായിരിക്കും. ഒറ്റമലിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റമലിച്ച് ഫസ്റ്റ് സ്ഥലത്ത് പോയിട്ട് നമ്മൾ പോകുന്നു ഇപ്പോട്ടോ. രാത്രി പാതിരാത്രി കാട്ടിലൂടെ. അതെന്താ സംഭവം ഒറ്റമലിച്ചി? അമ്പൂത്തിമല. ആ അല്ല, ഈ അമ്പൂത്തിമല എന്ന് പറഞ്ഞാൽ ശരിക്കും ഏത് മലയാണ്? ഇവിടെ ഇപ്പൊ 3-4 മലയുണ്ടല്ലോ. ഇത് ഈ കറക്റ്റ് വരുന്നത് നമ്മളെ അമ്പൂത്തിമല എന്ന് പറയുന്ന സ്ഥലം ഒരു രാക്ഷസിനെ വധിച്ച ഒരു സ്ഥലം കൂടിയാണ്. രാക്ഷസിയിലെ അമ്പീനെ വധിച്ച ഒരു സ്ഥലമാണ് അമ്പൂത്തിമല, അങ്ങനെ അറിയപ്പെടുന്നത്. പണ്ട് കാലത്തുള്ള ഇതാണ്. നമ്മളൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല. ഇവര് പറഞ്ഞ് കേട്ടിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ഉപ്പാണിത്. അട്ട കാലയിൽ അട്ട ഇഷ്ടം പോലെ അട്ട കയറുന്ന ദിവസം അട്ടേനെ കളയാൻ വേണ്ടി നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു സാധനമാണിത്. ഒന്ന് അടിക്ക്, ഇവിടെ അടിക്കണ ടോർച്ച്. ഫുൾ അട്ട. ഉപ്പില്ലാണ്ട് ഒരു പരിപാടി നടക്കൂല ഇവിടെ. ടോർച്ചൊക്കെ ഓഫായല്ലോ, ചാർജ് ഇനിയിപ്പോൾ മേലെ കയറില്ലേ, ടോർച്ച് വേണ്ട. ഓ, മുതുകത്തൊക്കെ കടിക്കുന്നുണ്ടല്ലോ അട്ട. എവിടെയൊക്കെ കയറിയേക്കണ. അപ്പം നമ്മളിന്ന് കയറുന്ന ഈ മലയുടെ പേര് അമ്പൂത്തി മല എന്നാണ്. ശരിക്കും ഇതിനൊരു ഐതിഹ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ അമ്പേറ്റാണ് ഈ മല 2 വിള്ളൽ വന്നതിന്. അതുകൊണ്ടാണ് ഇതിന് അമ്പൂത്തി മല എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു രാക്ഷസി വീണ് കിടക്കുന്ന പോലെയാണ് ഈ ഒരു മല കാണാൻ പറ്റുക നിങ്ങൾക്ക് ഇവിടുത്തെ. അത് നമുക്ക് രാവിലെ ഷൂട്ട് ചെയ്യാം ഒരു സീൻ. രാത്രി ഇപ്പം അത് കാണാൻ പറ്റില്ല. പതിയെ കയറിക്കോ. നീ ടോർച്ച് മാറ്റിക്കോ, ഞാൻ വെട്ടടിച്ചു തരാം. ടോർച്ച് വേണ്ട, ടോർച്ച് പിടിച്ചാൽ നീ തെന്നിപ്പോവും. നൈസായിട്ട് കയറിക്കോ, കയറിക്കോ. ഇച്ചിരി കയറി പോയി കഴിഞ്ഞാൽ സീനില്ല. കോട പറന്നോണ്ടിരിക്കണ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഇവിടെ ശരിക്കും. ഇത് നോക്കണോ അമ്മാതിരി കോട. അപ്പൊ മേളിലത്തെ അവസ്ഥ പറയണ്ട. ഇത് ഒന്നും കാണാൻ പറ്റില്ല ഇവിടുന്ന്. നിന്നെ കാണാൻ പോലും പറ്റില്ല. ചെരുപ്പൂരിട്ട് കയറി പോവാ. ഇത് നോക്ക്, ഫുള്ള് കോട. ഒന്നും കാണാൻ പറ്റില്ല. നിന്നെ പോലും കാണാൻ പറ്റില്ല. അങ്ങനെ കോട. മേളിലത്തെ അവസ്ഥ പറയണ്ട ഇന്നിപ്പോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ, അടിപൊളി. ഈ വൈബൊക്കെ വേറെ എവിടെ കിട്ടുമല്ലേ. ഇതാണ് പൊന്മുടി കോട്ട. പൊന്മുടി കോട്ട എന്നുള്ള അമ്പലത്തിന്റെ പേരാട്ടെ. ഈ മലക്ക് അമ്പൂത്തി മല അങ്ങനെയാണ് ശരിക്കും പറയണത്. ഇവിടെടാ മഴ പെയ്തിട്ടേ വെള്ളം ഇറങ്ങി ഫുള്ള് തെന്നിക്കിടക്കേ. അയ്യോ, എപ്പോൾ വന്നാലും ഇവിടുന്ന് ചോര കണ്ടിട്ടേ പോകാറുള്ളൂ. ഇപ്രാവശ്യം എവിടെയെങ്കിലും വീണ് കാല് മുറിയുമോന്ന് അറിയില്ല. കമോൺ, ഇനി സീനില്ല. നടക്ക്, നേരെ റൈറ്റ്, ഏറ്റവും മേലില്. അവിടെയല്ല, ഇങ്ങനെ കയറിക്കോ. ആ, മുയലിനെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. നടക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറേ മുയലിനെ ഇവിടുന്ന് കണ്ടായിരുന്നു, ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെ. ഈ വയനാട്ടിലേക്കൊക്കെ വന്നവര് എല്ലാവരും സാധാരണ വന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കൊക്കെയാണ് വന്നിട്ട് പോണത്. നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. ഹിഡൻ സ്പോട്ടുകളൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത്. ആ, ക്യാമറ ഫുള്ള് പോയി, ഒട്ടും ലൈറ്റില്ല. കോട വന്ന് ക്യാമറയിൽ ഫുള്ള് വെള്ളത്തുള്ളി ആകെ. നടക്ക്. ആ, നടന്നോ നീ. ഇത് വയനാട്ടുകാരനായ നിനക്ക് ഞാൻ വഴി പഠിപ്പിച്ചു തരേണ്ട അവസ്ഥയല്ലേ ഇപ്പം. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മലകളിലെ ഏറ്റവും അത്യാവശ്യം വൈബുള്ള സ്ഥലം ഇതാണ്.
ആ ഇതാണ് വൈബുള്ള സ്ഥലം. നീ കോട കണ്ടില്ലേ? ആ അത് നിനക്ക് നീ നാളെ രാവിലെ കണ്ടു നോക്ക്. ഇതിലും വൈബ് നാളെ രാവിലെയാണത്. ഇവിടെയാണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോണത്. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ അപ്പൊ ഇതാ തണുത്തിട്ട് ഒരു രക്ഷയില്ല. അമ്മാതിരി കോട. ഇവിടുത്തെ കോട കാണാൻ പറ്റണില്ലേ? ഇപ്പൊ ഏകദേശം 12 മണി സമയമായിട്ടുണ്ട് രാത്രി. അതേപോലത്തെ കോട. രാവിലത്തെ കാര്യം പറയണ്ടല്ലോ. ഇനിയിപ്പോ ഇവിടെ നിക്കണ ലേശം ക്യാമ്പ് ഫയർ സെറ്റ് ആക്കണം. അത്രയും തണുപ്പാ. ലേശം വിറകെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളു. ഇത്രയും തണുപ്പത്ത് ഇന്നിനി ഇവിടെ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ആലോചിക്കണം. ഈ ക്യാമ്പ് ഫയർ സെറ്റ് ആക്കിയാലേ ഇവിടെ ഇനി ഒരു വൈബ് കിട്ടുള്ളൂ. ലേശം വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുള്ളൂ. ഇവിടുത്തെ കോട നോക്ക് നിങ്ങൾ. അടിപൊളി കോട. ഏതാ മൂഡ്? ചില ദിവസങ്ങളിലേ നമുക്ക് ഈ ഒരു വൈബ് കിട്ടുള്ളൂ. എല്ലാ ദിവസവും കിട്ടൂല കേട്ടോ ഈ ഒരു വൈബൊക്കെ. ആ പുല്ല് പറിച്ചു കഴിഞ്ഞാ പക്ഷെ എല്ലാം പച്ചയല്ലേ? പച്ചപ്പുല്ല, ഒന്നും കത്തൂല. കോട നോക്കണം കേട്ടോ. താഴത്തേക്ക് പോയാൽ നാളെ നിന്റെ ഡെഡ് ബോഡിയെ കിട്ടുള്ളൂ. എന്തായാലും ഉണക്കിയൊന്നും കിട്ടൂലോ. വാ തുണി കൊണ്ട് തന്നെ കത്തിക്കാൻ. വാക്കത്തി കിട്ടിയിട്ട് എന്തിനാ? അത് ലേശം കത്തി കിട്ടിക്കഴിഞ്ഞാൽ ആ കാറ്റിൽ കയറി സാധനം പിടിച്ചോളും. ഇന്നിവിടെ നല്ല തണുപ്പും കോട ചെയ്തുകൊണ്ട് തീയില്ലാതെ ഈ ഭാഗത്ത് നിൽക്കാനും പറ്റില്ല. കത്തുന്നില്ല. കൊറേ നേരം ട്രൈ ചെയ്ത് എത്ര നേരം ചെയ്ത് വന്നിട്ട് കത്തിക്കാൻ അങ്ങനെയുണ്ടോ? അതുകൊണ്ടാണ് അതിന് തീ കത്താത്തത്. പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗുഹക്കകത്തേക്ക് ഒരു മുയലാണെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് സാധനം ചാടി കയറിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കാട്ടുമുയലൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. ഉള്ളിലേക്ക് പോയി നോക്കിയിട്ട് കാണണില്ല. ബത്തേരി വയനാടിന്റെ മൊത്തം നമുക്ക് ഈ ഒരു മലേന്റെ മേലെ നോക്കിയാൽ കാണാൻ പറ്റും. രാവിലെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ കോട ആയതുകൊണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ തീ ഏകദേശം 1 മണിക്കൂറിലെ കഷ്ടപ്പാടുകളുണ്ട്. സാധനം ഇതാ ഒന്ന് കത്തി റെഡി ആയിട്ടുണ്ട്. ഇനി കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സീനില്ല. ഇവിടെ നനവും കോടയും ഈ കാറ്റും കാറുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ടൈം ആയത്. അല്ലെങ്കിൽ എത്രയോ പെട്ടെന്ന് കത്തണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ തീയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തീയില്ലാതെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അത്രയും തണുപ്പാണ്. വയനാട്ടിൽ ഇനിയിപ്പോ സീസൺ വരാൻ പോയാണ്. അടുത്ത് ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സീസണാണ്. ഇപ്പം വയനാട്ടിലേക്ക് പോയ ആൾക്കാർക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. സ്ഥലം എവിടെയാണ് ഞാൻ ഈ വീഡിയോന്റെ അവസാനം ഞാൻ കാണിച്ചു തരും. രാവിലെ ഇറങ്ങി പോകാൻ നേരമാണ് ശരിക്കും ഈ മലയിലേക്ക് എങ്ങനെ കയറി വന്നേന്ന് കാണിച്ചു തരാൻ പറ്റുന്നത്. രാവിലെ ഇറങ്ങി പോകുമ്പോൾ കാണിച്ചു തരാം. കാരണം രാത്രി വന്ന സമയത്ത് വഴി കാണിച്ചു തരാൻ മനസ്സിലാവില്ല. ഇപ്പൊ നാളെ രാവിലെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഈ മലയിലേക്ക് എങ്ങനെ കയറി വന്നേന്നുള്ള കറക്റ്റ് സ്പോട്ട് ഞാൻ കാണിച്ചു തരും. ഇതുണ്ടോ കത്തി പിടിച്ചപ്പോ കണ്ടോ ഈ കാറ്റ് വന്നപ്പോ ഉണ്ടോ ആളി കത്തുന്നുണ്ടോ? ഇത്ര നേരം കാറ്റ് കയറുകൊണ്ട് കത്താതെ ഇരുന്നേ. ഇപ്പൊ നോക്കി കത്തി കഴിഞ്ഞപ്പോ കണ്ടോ കാറ്റ് കൊണ്ട് നോക്കി ആളി കത്തുന്നത്. ഇത് കത്തി കഴിഞ്ഞാൽ നമ്മളിതാ ടെന്റ് സെറ്റാക്കാൻ പോയാണ്. എന്തായാലും രാത്രി നല്ല മഴയും കൂടി ഉണ്ടാവും. നമ്മുടെ ടെന്റിന്റെ ക്വാളിറ്റി ചെക്കിങ്ങും കൂടിയാണെന്ന്. മഴയില്ലെങ്കിലും ഇത്രയും മഞ്ഞടിച്ചാൽ തന്നെ ലീക്ക് കയറാൻ ചാൻസ് ഉള്ള ഒരു ടെന്റ് ആണെങ്കിൽ ഉള്ളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. രാത്രി ടെന്റിനകത്ത് വെള്ളം കയറുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഇതുവരെ നമ്മൾ അത്രയും മഴയത്ത് ടെന്റ് പുറത്തെങ്ങും അടിച്ചിട്ടില്ല ഇതുവരെ. നല്ല മഴ പെയ്ത് ഉള്ളിലെങ്ങാനും വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാം കൂടി ചുമന്നിട്ട് പോകേണ്ടി വരും രാത്രി. ഇത് നമ്മുടെ ഈ പാറേന്റെ മേലൊക്കെ ടെന്റ് അടിക്കാൻ നേരെ ഈ ഒരു ഷീറ്റ് ഇട്ടില്ലെങ്കിൽ ടെന്റിന്റെ അതി ഡാമേജ് ആവും. ഈ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം സീനില്ല.
ടെന്റിന്റെ അടി പെട്ടെന്ന് ഡാമേജ് ആയി പോകും. പാറയാണ് നമുക്ക് പാറ കളിക്കുന്നത്. അങ്ങനെ ഇടല്ലേ ടെന്റ് പതിയെ വെക്കണതൊക്കെ ആണാണല്ലേ. ടെന്റ് പിന്നെ ഇത് സംഭവം ഫിക്സ് ചെയ്യാൻ പിന്നെ സിമ്പിൾ പരിപാടിയാണ്. മടക്കാൻ അറിയാം, തിരിച്ചത് പാക്ക് ചെയ്യാനാണ് പണി. പക്ഷെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഇത് ഒരു കമ്പനി എന്ന് പറഞ്ഞ പരിപാടി 4 മൂലം ഒരാൾ കേറിയിരുന്നെങ്കിൽ ടെന്റൊക്കെ പറഞ്ഞു കാറ്റാണ് ഇങ്ങനെ കെട്ടാനുള്ള കയറുണ്ട്, കല്ല് കേട്ടോ. ഇവിടെ നിൽക്കുന്നില്ല, അത് കാറ്റാണ്. അങ്ങനെ ഇതാ നമ്മൾ ടെന്റ് ഇവിടെ സെറ്റാക്കി. കാറ്റ് ഇടങ്ങേറ് കാറ്റാ. ടെന്റ് പാറ ആയതുകൊണ്ട് ടെന്റ് വലിച്ചു കെട്ടാനുള്ള സംവിധാനം ഇല്ല. കല്ലേലൊന്നും ചുറ്റിയിട്ടിട്ടൊന്നും കാര്യമില്ല, അമ്മാതിരി കാറ്റായിരുന്നു ഇവിടെ. ടെന്റ് അതേപടി മറന്നു പോകും ഇവിടുന്ന്. അയ്യോ, നമ്മളിതിനകത്ത് കയറി കിടന്ന സംഭവം സെറ്റാണ്, പക്ഷെ അതുവരെയുള്ള കാറ്റ് അമ്മാതിരി കാറ്റാ. നമ്മളിതാ കിടക്കാൻ പോയാണ്. തണുത്തിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ കൊണ്ടുവന്ന വിറകൊക്കെ ഏകദേശം കഴിഞ്ഞ്, ക്യാമ്പ് ഫയറിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. നല്ല കാറ്റായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിറകൊക്കെ കത്തിക്കഴിഞ്ഞിട്ടാ. ഇനി ഇവിടെ പുറത്തിരിക്കാൻ പറ്റില്ല, അമ്മാതിരി തണുപ്പാ. തണുപ്പ് കോടയും നല്ല കാറ്റും, മഞ്ഞിങ്ങനെ പെയ്തോണ്ടിരിക്കുക. കോട തലയൊക്കെ നനഞ്ഞിട്ടുണ്ടാ. ഇനി നേരെ കിടക്കാൻ പോയേ. രാവിലെയാണ് ഇനി വേറെ വൈബ്. രാവിലെ ഇവിടെ അടിപൊളി ഒരു വൈബായിരിക്കും, ഫുള്ള് കോടയായിരിക്കും. ഇതിനകത്ത് തണുപ്പാ. ടെന്റിന്റെ അകത്ത് ഫുള്ള് ശരിക്കും സ്ലീപ്പിംഗ് ബാഗായിരുന്നു ശരിക്കും വേണ്ടത്. സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ബെഡ്ഷീറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ. നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കണം. അമ്മാതിരി അടിയാണ് ടെന്റ് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കണത്. ഉറക്കം കിട്ടാൻ ചാൻസ് ഇല്ല ഇന്ന്, ഇത്ര ഈ ഒരു സൗണ്ട് ആയതുകൊണ്ട്. രാവിലെ വെട്ടം വീണ് ഏകദേശം 6 മണി ആവണുള്ളൂ. ടെന്റൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറം മാത്രം, അകത്തേക്കൊന്നും ഒരു തുള്ളി പോലും വെള്ളം കയറിയിട്ടില്ല. പുറത്തൊക്കെ നിറച്ചും വെള്ളമുണ്ട്. മഞ്ഞ് പെയ്ത വെള്ളമാണ്, മഴ അങ്ങനെ പെയ്തിട്ടില്ല. രാത്രി ഫുള്ള് കോടയാണ്, പുക പറക്കണ പോലെയാണ് കോട. ഒന്നും തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും. പുറത്ത് നല്ല തണുപ്പാണ്, ടെന്റിനകത്ത് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ. കുറച്ച് നേരം കൂടി ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇന്ന് സൺറൈസ് കാണാൻ പറ്റില്ല. പക്ഷെ ഇത്രയും കോടയുള്ളത് കൊണ്ട് സൺറൈസ് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ടെന്റൊക്കെ ഇപ്പോൾ ഒടിയോല കാറ്റ്, അമ്മാതിരി കാറ്റാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. ടെന്റ് വലിച്ചു കെട്ടിയിട്ടില്ലായിരുന്നു ഇന്നലെ നമ്മൾ, അതുകൊണ്ട് ടെന്റ് ഒന്ന് പറന്നുകൊണ്ടിരിക്കുക ഇവിടെ. ഈ ഒരു മാസം ഇത്രയും തണുപ്പും കോടയും കിട്ടിയെങ്കിൽ ഒരു 2 മാസം കൂടി കഴിഞ്ഞ് ഡിസംബർ ജനുവരിയിലെ അവസ്ഥ പറയണ്ട. ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യണം, അടിപൊളിയായിരിക്കും. ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ കയറി വന്നത്. ഇനിയുള്ള കാഴ്ചകൾ അടിപൊളിയായിരിക്കും. ഈ സൺറൈസ് കഴിയണവരെ ഉണ്ടല്ലോ, വേറൊരു വൈബാണ്. കോട ഇങ്ങനെ പറന്നു പോണ ഒരു കാഴ്ചയാണ് ടൈം ലാപ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സൂര്യന്റെ ആ ഒരു മഞ്ഞ കളറ് നാച്ചുറലായിട്ട് തന്നെ മാറിയതുണ്ട്. കോട വന്ന് മൂടിപ്പോയതാണ് ശരിക്കും.
ഇതിന്റെ നേരെ മേലേക്കൊരു മലയുണ്ട്. ആ കാണുന്ന മലേന്റെ മേലെ അടിപൊളി വൈബാണ്. പക്ഷെ ഇന്ന് നമ്മൾ അത്ര കോടയില്ല. സാധാരണ ഇവിടെ ഈ സമയത്തൊക്കെ അടിപൊളി കോട കിട്ടേണ്ട ഒരു സമയമായിരുന്നു. ഇന്നിപ്പം മേളിൽ അത്ര കോടയില്ലാത്തതുകൊണ്ട് മേളിലേക്ക് നമ്മൾ കയറണില്ല. ഇതാണ് കറക്റ്റ് നമ്മൾ ക്യാമ്പ് ചെയ്ത സ്പോട്ട്. ആ കാണുന്ന ഫുള്ള് ബത്തേരി ടൗൺ ആണ്. ഫുള്ള് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇന്നിപ്പോൾ 7:30 സമയമായി. ഇന്ന് വലിയ കോടയില്ല കേട്ടോ. രാത്രിയും രാവിലെ ഒരു 6-6:30 വരെ നല്ല കോട കിട്ടി. ഇനി ചിലപ്പോൾ കോട വരും. ചിലപ്പോൾ ഇവിടെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറാറുണ്ട്. നേരം വെളുത്തപ്പോൾ തന്നെ നല്ല വെയിലടിച്ച് ഇവിടെ പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ കോടയൊന്നും ഇല്ല രാവിലെ. ഏകദേശം ഇന്നലെ രാത്രി കണ്ടത്ര കോടയൊന്നും രാവിലെ കിട്ടിയില്ല. നമുക്ക് കുറച്ച് കോട കിട്ടിയുള്ളൂ. നമ്മളതുകൊണ്ട് ഇവിടെ നേരെ ടെൻ്റൊക്കെ എടുത്ത് ഇറങ്ങിയാണ്. താഴത്തേക്ക് ഇറങ്ങണ വഴി നിങ്ങൾ കണ്ടോ, അടിപൊളി വൈബുള്ള വഴിയാണ്. ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ കറക്റ്റ് ആംബിയൻസ് കിട്ടുന്ന ഒരു റൂട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു മല കയറി ക്യാമ്പ് ചെയ്യാൻ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങിപ്പോണ വഴിയൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റും. ആ കാണുന്നതെല്ലാം ബത്തേരി ടൗൺ ആണ് കേട്ടോ. ആ കാറെ കാണാൻ പറ്റുന്നേക്കാം. ഇന്നലെ രാത്രി നമ്മൾ ഇത്രയും വലിയ കാട്ടിലൂടെയാണ് നടന്ന് ഇന്നലെ കയറിയത്. ഇഴജന്തുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ വരാൻ നേരം ഇഴജന്തുക്കളൊക്കെ ഉണ്ടോയെന്ന് നല്ലപോലെ നോക്കി വേണം നടന്ന് കയറാനായിട്ട്. ചില സ്ഥലത്തൊക്കെ ഒരു പച്ച കളറിലൊരു അണലീനെ പോലത്തെ ഒരു പാമ്പ് ഈ കമ്പയിലൊക്കെ ചുറ്റിയിരിക്കണ കാണാൻ പറ്റും. അവനൊക്കെ കടിച്ച സ്പോട്ടിൽ ചത്തുപോകും. നമ്മൾ പച്ചിലപ്പാമ്പാന്ന് ഓർത്ത് പോയി പിടിക്കാനൊന്നും നോക്കരുത്. കാട്ടുകോഴി കാട്ടുകോഴി കാട്ടുകോഴിയല്ലേ ഇത്? കുരങ്ങാണോ? ഇറങ്ങിപ്പോണ ഈ ഒരു വഴിയിൽ പല ജീവികളെയും കാണാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരുപാട് കാട്ടുകോഴിനെ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുരങ്ങ്, കീരി, ആട്, കാട്ടാടിനെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ ക്യാമ്പ് ചെയ്യാനായിട്ട് തന്നെ ഈ ഒരു സ്പോട്ടാണ്. ഇവിടെ വന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാട്ടിലൂടെയുള്ള നടത്തമാണ് ഏറ്റവും അടിപൊളി. കാരണം ഈ ഒരു നടത്തത്തിൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു വഴിയിലൂടെ കയറി മലേൻ്റെ മേളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു മലക്ക് അത്രയും പ്രത്യേകത. ഒരുപാട് പ്രാവശ്യം ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് പല പ്രാവശ്യം പല പല അനുഭവങ്ങളാണ് ശരിക്കും. അപ്പം ഈ ഒരു ഫോറസ്റ്റ് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഇന്നലത്തെ ഒരു ക്യാമ്പിങ് എന്തായാലും അടിപൊളി ഒരു വൈബായിരുന്നു. കറക്റ്റ് ഉറക്കം, കറക്റ്റ് വൈബും കാര്യങ്ങളൊക്കെ കിട്ടി. കറക്റ്റ് നേരത്തെ കിടന്ന് ഉറങ്ങിയോണ്ട് തന്നെ രാവിലെ ഒരു 6 മണിക്ക് എണീക്കാനും പറ്റി. നമ്മളെ വണ്ടിയൊക്കെ ഇവിടം വരെ വരുവുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. നമ്മളെ വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഒരു വണ്ടിയൊക്കെ മാക്സിമം ഇവിടം വരെ കൊണ്ടുവന്ന് വെക്കാൻ നോക്കണ്ട. കാരണം ഇങ്ങോട്ട് വന്ന വഴി ഇച്ചിരി സീനാണ്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ചെളിയാണ്. വണ്ടി സ്ലിപ്പാവും, വീഴും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഈ ഹിമാലയനും എക്സ്പ്രസ്സൊക്കെ മാക്സിമം എങ്ങനെയൊക്കെ കയറിപ്പോരും. R1 നമ്മൾ ഓടിച്ച് കയറ്റി ഇതിനകത്ത്, എങ്കിലും കുറച്ച് റിസ്ക്കാണ്. ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങണം. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സീനില്ല, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ താഴത്തുള്ള അമ്പലത്തിൻ്റെ അവിടെ ഭാഗത്ത് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും അവിടെ വെച്ചിട്ട് നടന്ന് കയറണമായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിൽ മറ്റേ വിറകും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരെ വണ്ടി ഓടിച്ച് ഇന്നലെ രാത്രി കയറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ നടന്നേ കയറുള്ളൂ. കാരണം ഈ ഒരു ഭാഗത്ത് വണ്ടി മറിയാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ചെളിഞ്ഞ് കിടക്കുക എല്ലാ ഭാഗത്തും. മഴയില്ലെങ്കിൽ സീനില്ല, നേരെ ഓടിച്ച് നേരെ മേലെ കയറി പോകാൻ പറ്റും നമുക്ക്. ഇതാണ് പൊന്മുടിക്കോട്ട അമ്പലം. ഇവിടുന്ന് നേരെ മേളിലേക്ക് കയറണതാണ് ലാൻഡ്മാർക്ക്. ഇനി മെയിൻ ടൗണിൽ നിന്ന് ഇതാണ് കൊപ്പക്കുലി ജംഗ്ഷൻ. കണ്ട, ഈ ഒരു ജംഗ്ഷനാണ് കൊപ്പക്കുലി ജംഗ്ഷൻ. ഇവിടുന്ന് പൊന്മുടിക്കോട്ട എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്താം. കണ്ട, കൊപ്പക്കുലി ജംഗ്ഷനാണിത്. ജംഗ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പൊന്മുടിക്കോട്ട വ്യൂ പോയിന്റ് എന്നൊക്കെ. മല കണ്ട, ആ കാണുന്ന മലേന്റെ മേലെയാണ് നമ്മൾ നേരെ ക്യാമ്പ് ചെയ്തത്. അത്രയും ഹൈറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. 4000 അടി ഉയരത്തിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യണത്.